ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് പുതിയ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നല്ലൊരു സ്മാർട്ട് വാച്ചിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. നിങ്ങൾ തമ്മിലെല്ലാം കണ്ട മാതിരി തന്നെ ഹൈനോടെക്കോൻ്റെ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഓക്കെ, ഇതാണ് സാധനം. നല്ല അടിപൊളി സ്മാർട്ട് വാച്ച് എന്ന് തോന്നുന്നുണ്ട്. ഇതിൽ എന്തെല്ലാം എന്ന് പറഞ്ഞാൽ IP68 വാട്ടർ പ്രൂഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബ്ലൂടൂത്ത് കോള്, പിന്നെ സ്റ്റാൻഡ് ബൈ മോഡ് 60 days കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡ് ബൈയിൽ ഇപ്പോൾ ഏത് വാച്ചായാലും നിൽക്കൂലേ. സീരീസ് 7 ഫോക്കസ് അതാ അലുമിനിയം കേസ് മോഡൽ വാച്ച് 7 എന്നുള്ള. ഓക്കെ, കളർ ബ്ലാക്കാണ്. അപ്പോൾ ഇതാണ് സാധനം. ഹൈനോടെക്കോ ജർമ്മനിയുടെ സാധനമാണ്. നല്ല അടിപൊളി സ്മാർട്ട് വാച്ചാണ് അതാ. ഓക്കെ, നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം എന്താ ഉള്ളതെന്ന്. എന്താ സാധനം എന്താ നല്ല ഉണ്ട് കേട്ടോ. സാധനം നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ ഉള്ളിൽ 2 യൂസർ മാനുവൽ ഉണ്ട്. സംഭവമൊക്കെ അടിപൊളിയാണ്. വായിക്കുന്ന വായിച്ചോളി, എന്തെല്ലാം പ്രശ്നമില്ല. സൂമിങ്, 1 ടൈം ബാക്ക് ടു വാച്ച് പേസ്, ലോങ് പ്രസ് ഓൺ ഓഫ്. ഓക്കെ, പിന്നെ ഇത് വാറണ്ടി കാർഡാണ്. വാറണ്ടി ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഒരു, ബട്ട് ഓൺലൈനിലൊന്നും വാറണ്ടി ഉണ്ടാവില്ല. ഇതാണ് സാധനം. ഓക്കെ, പിന്നെ ഇതിൽ വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു വയർലെസ് ചാർജർ. വയർലെസ് എന്ന് പറഞ്ഞാൽ വയർലെസ് അല്ല, മാഗ്നറ്റിക് ചാർജറാണ് അതാ. ഓക്കെ, വയർലെസ് അല്ല, മാഗ്നറ്റിക്. നമുക്ക് കാണിച്ചു തരാം ചാർജിങ് എങ്ങനെ ചെയ്യുന്നതെന്ന്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഒരു സ്ട്രാപ്പ് വരുന്നുണ്ട്. സ്ട്രാപ്പ് കുറച്ച് ക്വാളിറ്റിയുള്ള കൂട്ടത്തിലാണ്, നല്ല ക്വാളിറ്റി ഉണ്ട് സ്ട്രാപ്പ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വാച്ച് പുറത്തെടുത്ത് ജസ്റ്റ് ഒന്ന് അയച്ചിട്ട് നോക്കാം എന്താ ഇത് അവസ്ഥ. ഓക്കെ, വാച്ച് അയച്ചെടുത്തിട്ട് നമുക്ക് അവസ്ഥ നോക്കാം എന്താണ്, എങ്ങനെ ലുക്ക് ഉണ്ടാവും. സ്റ്റിക്കറെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്, സ്റ്റിക്കറെല്ലാം പറിച്ചിടാം. ഓക്കെ, അപ്പോൾ ഇതാണ് സാധനം. ഇതാണ് വാച്ച്. സ്ക്വയർ ടൈപ്പാണ്, സ്ക്വയർ മോഡലാണ്. 2 സ്വിച്ച് വരുന്നുണ്ട്, ഫോക്കസ് 2 സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്ട്രാപ്പിൻ്റെ എല്ലാം നല്ല കുഴപ്പമില്ലാത്ത സാധനമാണ്. സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേമാതിരി തന്നെ മൈക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ മാഗ്നറ്റിക് ചാർജറിൻ്റെ കണക്റ്റ് ആവുന്ന സാധനം. പിന്നെ അതേമാതിരി തന്നെ ഇത് ഫോക്കസ് ആവുന്നില്ല. ഫോക്കസ് GPS, സ്പോർട്സ് വാച്ച്, ബ്ലൂടൂത്ത്, വാച്ച് 7 എന്നെല്ലാം എഴുതിയിട്ടെല്ലാം ഉണ്ട്. ഹൈനോടെക്കോ ജർമ്മനി. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് വാച്ചിൻ്റെ വ്യൂ കാണാം. ഓക്കെ, ഇതാണ് സാധനം. അത് ഈ ലുക്കിലാണ് വരുന്നത്. കണ്ടോ, ഈ സ്ക്വയർ ലുക്കിലാണ് വരുന്നത്. നല്ല ഇത് സ്ക്രീന് വലുതാക്കിയിട്ടാണ് നമുക്ക് വലിപ്പം കാണുന്നത്. പക്ഷെ അത്ര വലിപ്പമൊന്നുമില്ല. ഒരു ഏകദേശം ഉണ്ടാവും, ഒരു 10-11 mm ഉണ്ടാവും വിഡ്ത്ത്. ഓണായിട്ടുണ്ട്, വാച്ച് ഓണായിട്ടുണ്ട്. അതിൻ്റെ വാൾപേപ്പേഴ്സ് എല്ലാം നോക്കാം. നമുക്ക് ഡിസ്പ്ലേ ക്ലാരിറ്റി എല്ലാം നോക്കാം. വാൾപേപ്പേഴ്സ് കുറേ ഉണ്ട് ഇതിൽ ഫേസ് നമ്മൾ വാൾപേപ്പർ വെക്കാൻ പറ്റും. നമ്മളെ ഫോട്ടോ വാൾപേപ്പർ ആക്കി വെക്കാൻ പറ്റും. പിന്നെ കോളിംഗ്, നോട്ടിഫിക്കേഷന്, അങ്ങനത്തെ എല്ലാ ഫങ്ഷൻസ് വർക്കാവുന്നൊരു വാച്ചാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ കുറേ ഫങ്ഷൻസ് ഉണ്ട്. ഇതെല്ലാം വർക്കാവുന്നതാണ് പറഞ്ഞത്. ഓക്കെ, ഇത് നമുക്കിനി ഫോണിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഒരു ആൻഡ്രോയിഡ് ഫോണിലാണ് ഞാനിന്ന് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ്രോയിഡ് ഫോണിൽ കണക്ട് ചെയ്യുമ്പോൾ ഞാൻ ഇത് ഇന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ആൻഡ്രോയിഡ് ഫോണിൽ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ആപ്ലിക്കേഷൻ ഏതാ നോക്കാം. വിയർ ഫിറ്റ് പ്രോ ആണ് തോന്നുന്നു. ഓക്കെ, വിയർ ഫിറ്റ് പ്രോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. വിയർ ഫിറ്റ് പ്രോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് കണ്ടിന്യൂ. ആപ്ലിക്കേഷനെല്ലാം ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഡൗൺലോഡ് ആവട്ടെ. അപ്പോഴേക്കൊക്കെ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് പറയാനുണ്ടോ നോക്കാം. അതിൽ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. അതിൻ്റെ അപ്പോഴേക്ക് സെറ്റിങ്സ് ഇതിൽ എന്തെങ്കിലും ഉണ്ടോ ഓപ്ഷൻസ്? ഇതിൽ എല്ലാം ഉണ്ട്. റീബോട്ട്, അബൌട്ട്, ഷട്ട് ഡൗൺ, റീസെറ്റ് ഫാക്ടറി, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അബൌട്ടിൽ ഇങ്ങനെ എഴുതിയിട്ടില്ല. ഓക്കെ, ഇതിങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ബ്രൈറ്റ്നെസ് ഇനിയും കൂട്ടി വെക്കാൻ പറ്റും. ഫുള്ളാക്കിയിട്ടുണ്ട്. ഫുള്ളാക്കിയിട്ട് അതാണ്
പിന്നെ ബ്ലൂടൂത്ത് വാച്ച് കോളിൻ്റെ ബ്ലൂടൂത്താണത്. ഓക്കെ, സെൻസർ ഉണ്ടോ ചോദിക്കേണ്ട, അതാ സെൻസർ ഉണ്ട്. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാമല്ലോ. ഓക്കെ, എല്ലാം ചെക്ക് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ആക്കുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇവിടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഏതാ ലാംഗ്വേജ് എല്ലാം സെലക്ട് ആക്കേണ്ടി വരും ആദ്യമായിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നവർ. അപ്പോൾ അതെല്ലാം ഓപ്പൺ ചെയ്തിട്ട് തന്നെ നമുക്ക് വീഡിയോ കണ്ടിന്യൂ ആക്കാം. എന്താ പറഞ്ഞാൽ ലാസ്റ്റ് ടൈം കുറേ ആൾ പറഞ്ഞിട്ടുണ്ട് ഒന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഈസി ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ആക്കുക. ഓക്കെ, ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരട്ടെ. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുമ്പോൾ അതെങ്ങനെ വരിക, ആഡ് സ്കിപ്പ് ചെയ്ത് കൊടുത്തിട്ട് അലോ കൊടുക്കുക കേട്ടോ. അലോ കൊടുക്കുക, എന്നിട്ട് ഇവിടെ അലോ കൊടുക്കുക. ഓക്കെ, കൺഫേം. പിന്നെ ഇവിടെ ഗൂഗിൾ എന്നിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആൻഡ്രോയിഡ് ഫോണിലാണെങ്കിൽ ഗൂഗിൾ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ആപ്പിൾ ആണെങ്കിൽ ഐഫോൺ ആണെങ്കിൽ ഇത് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഞാനിപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ തന്നെ ഇതിൻ്റെ മെയിൽ ഐ ഡി ഉണ്ട്, അതിൽ നിന്ന് ലോഗിൻ ആയതിനു ശേഷം രജിസ്റ്ററായി ഐനോ. ഓക്കെ, എന്നിട്ട് ഇത് ഇവിടുന്ന് ബാക്ക് വന്നാൽ മതി. ബാക്ക് വന്നിട്ട് ടേൺ ഓൺ പെർമിഷൻസ് കൊടുത്താൽ, ഇങ്ങനെ ഓക്കെ കൊടുത്താൽ, ടേൺ ഓൺ കൊടുത്താൽ ഇവിടുന്ന് വിയർ ഫിറ്റ് പ്രോ അതാണ്. കുറച്ച് ആപ്ലിക്കേഷൻസേ ഉള്ളൂ ഫോണിൽ, അതിനെക്കൊണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടി. ഇല്ലെങ്കിൽ ഇവിടെ തേടിയാൽ മതി, ഇവിടെ കാണും. ഓക്കെ, നോട്ടിഫിക്കേഷൻ ആക്സസിൽ എന്നിട്ട് ഇവിടുന്ന് ബാക്ക് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു വാച്ച് എന്നുള്ളൊരു സിമ്പിൾ ഉണ്ട്, ഇവിടെ കൊടുത്തിട്ട് അതിനൊന്ന് കൊടുക്കുക. എന്നിട്ട് സൈൻ ഔട്ട് കൊടുക്കണ്ട, ഇവിടെ ആഡ് ഡിവൈസ് എന്നുള്ളത് ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ അലോ കൊടുക്കുക ബ്ലൂടൂത്ത്. എന്നിട്ട് ബ്ലൂടൂത്ത് സെർച്ചായി വരുമ്പോൾ വാച്ചിൻ്റെ പേര് വരുമായിരിക്കും. വാച്ചിൻ്റെ പേര് സെർച്ചായി വരും. വന്നു വാച്ച് 7. അപ്പോൾ കണക്റ്റിംഗ് ആയിക്കോണുണ്ട്. അപ്പോൾ കണക്റ്റ് ആവും, ഏകദേശം കണക്റ്റായി വാച്ച് കണക്റ്റായി. ക്യാരി ഓൺ ഐനോ എല്ലാം ആയി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വാൾപേപ്പറും കൂടി സെറ്റ് ചെയ്യാം. ഒരു മിനിറ്റ്. എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ, കണക്റ്റഡ്, എത്ര % ബാറ്ററി ഉണ്ട് വാച്ചിൽ, എല്ലാം കാണിക്കുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ, ബിസിനസ് കാർഡ്, വാലറ്റ്, വെതർ, അലാം, എല്ലാ ഓപ്ഷൻസും കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ മോർ എടുത്തിട്ട് വാൾപേപ്പർ എങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ്. മോർ എടുത്തിട്ട് ഇവിടെ താഴെ വന്നാൽ എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പൊസിഷന് മാറ്റി വെക്കാൻ പറ്റും. എന്നിട്ട് ഇതിൽ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ കൊടുത്താൽ നമ്മളെ ഫോട്ടോ വാൾപേപ്പറായിട്ട് വെക്കാൻ പറ്റും. ഈസി മെത്തേഡാണ്. ഓക്കെ, ഈസി ആയിട്ട് നമുക്ക് വാൾപേപ്പർ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതിലേക്ക് മാറിയിട്ട് വരും വാൾപേപ്പർ. എന്നിട്ട് നമുക്ക് വെയിറ്റ് ആക്കിയിട്ട് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ആക്കണേ. വാൾപേപ്പർ സെറ്റ് ചെയ്തിട്ട് പിന്നെ പറഞ്ഞുതരാം. എന്താ എൻ്റെ ഫോട്ടോ ആണ് വെച്ചിട്ടുള്ളത്. സോ ഗൈസ്, 80% ആയി, 81% ആയി. ഇപ്പോൾ ഈ വാച്ചിലേക്ക് നമ്മളെ ഫോട്ടോ വരും. ഫോട്ടോ വന്നിട്ട് പിന്നെ ബാക്കി നോട്ടിഫിക്കേഷനും പിന്നെ കോൾ ചെയ്യുന്ന എങ്ങനെയെന്നല്ല ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി വെയിറ്റ് ആക്കുക. ഓക്കെ ഗൈസ്, എൻ്റെ ഫോട്ടോ വാൾപേപ്പറായിട്ട് സെറ്റായിട്ടുണ്ട്. ഇതാ നോക്കിക്കോളി, നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. നല്ല ലുക്ക് ഉണ്ടല്ലേ, കിടുക്കാച്ചി വാച്ചാണ്, നല്ല ലുക്കായിട്ട് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ ബാക്ക് വരാം. നമ്മൾ വാൾപേപ്പർ സെറ്റ് ചെയ്ത് കഴിഞ്ഞ്, വാൾപേപ്പർ വേണമെങ്കിൽ എത്ര വേണമെങ്കിലും വെക്കാം, പ്രശ്നമില്ല. ഇതിൽ കുറേ വാൾപേപ്പേഴ്സ് വേറെ ഉണ്ട്, അതും വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഇവിടെ കണ്ടില്ലേ, ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, നോട്ടിഫിക്കേഷൻ, ബിസിനസ് കാർഡ് എന്നെല്ലാം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷനിൽ ഓപ്പൺ ആക്കുക, അലോ കൊടുക്കുക, ഒന്നും കൂടി ഓപ്പൺ ആക്കുക. അപ്പോൾ ഇങ്ങനെ കാണിക്കുക, നോട്ടിഫിക്കേഷൻ ഓഫായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ഓൺ ചെയ്ത് വെക്കാം, ടേൺ ഓൺ ചെയ്യുക. പിന്നെ കുറേ ആൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ള പരാതിയുണ്ട്, അതും കൂടി മാറ്റിത്തരാം ഈ വീഡിയോയിൽ. ജസ്റ്റ് എല്ലാം ഓൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടുന്നതായിരിക്കും. വാട്സപ്പ് വേണ്ടത് മാത്രം ചെയ്താൽ മതി, എല്ലാം ഒന്നും ചെയ്യണമെന്നില്ല. വേണ്ടതെല്ലാം നോട്ടിഫിക്കേഷൻ എല്ലാം ഞാനെല്ലാം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് എന്താക്കാം, ഒന്ന് കോൾ ചെയ്ത് നോക്കാം. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്ത് നോക്കാം ആർക്കെങ്കിൽ, എന്നിട്ട് ബാക്കി വീഡിയോ ഇടാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഇതിൽ നിന്ന് കോൾ ചെയ്ത് നോക്കുന്നത്, എന്നിട്ട് ഇതിലേക്ക് കിട്ടുന്നോ നോക്കാമല്ലോ അല്ലേ. കോളിങ് നോട്ടിഫിക്കേഷൻ അവൻ്റെ വരുന്നുണ്ടോ നോക്കട്ടെ. കോൾ വരുന്നുണ്ടോ നോക്കാം, കോളിൻ്റെ നോട്ടിഫിക്കേഷൻ ഇതിൽ വരുന്നുണ്ടോ നോക്കാം. ഇല്ല, വാച്ചിൽ വരുന്നില്ല, വെറും ഇതിലാണ് വരുന്നുള്ളൂ, ഫോണിലാണ് വരുന്നുള്ളൂ. അപ്പോൾ വാച്ചിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഓക്കെ, വാച്ചിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ, വാച്ചിലേക്ക് ഇവിടെ ഇത് ഓപ്പൺ ആക്കിയിട്ട് ഇതിവിടെ ബ്ലൂടൂത്ത് ഓൺ ആക്കിയിടാം.
ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ടിട്ട് ഇവിടുന്ന് ബ്ലൂടൂത്ത് സെർച്ച് ചെയ്യണം. കോൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇത് ഇങ്ങനെ ഓക്കെ കൊടുത്താൽ വാച്ച് കോൾ എന്നുള്ളൊരു ഓപ്ഷൻ ഓൺ ആക്കി കൊടുത്താൽ നമ്മൾ അതും റെഡിയാവും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കോൾ ചെയ്താൽ ഇതിൽ നിന്ന് ഇപ്പോൾ കോൾ ചെയ്താൽ ഇതാ ഇതിൽ വരും വാച്ചിൽ. ഓക്കെ, ഇതാ വാച്ചിലും വരുന്നുണ്ട്, ഇതിലും വരുന്നുണ്ട്. ഓക്കെ, കാണണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. പിന്നെ വേറെ എന്തേനി നോട്ടിഫിക്കേഷന് ഒരു മിനിറ്റ് ആവും കാണിച്ചു തരാം. ഓക്കെ, നോട്ടിഫിക്കേഷൻ എങ്ങനെ വരുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എം ടി മെസ്സേജ് അയക്കുന്നുണ്ട്. അതിലേക്ക് എം ടി മെസ്സേജ് അയക്കുന്നുണ്ട്. എം ടി മെസ്സേജ് വരുന്നത് നോക്കാമല്ലോ നമുക്ക്. ഓക്കെ, നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ നോക്കാമല്ലോ. നോട്ടിഫിക്കേഷൻ വന്നിക്കില്ലെങ്കിൽ വന്നിക്കതാ, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതാ കണ്ടോ. ഓക്കെ, ഇതിലും വന്നിട്ടുണ്ട്, ഇതിലും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വാൾപേപ്പർ ചേഞ്ചായി, നോട്ടിഫിക്കേഷൻ ഓണായി, എല്ലാം റെഡിയായി. ഇപ്പോൾ കൈക്ക് കെട്ടി നോക്കാം നമുക്ക് എങ്ങനെയുണ്ട്, കൈക്ക് ലുക്ക് ഉണ്ടോന്ന്. ഓക്കെ, കുറേ ആൾ പറയുന്നുണ്ട് സ്ട്രാപ്പ് ഇടാൻ അറിയുന്നില്ല. അപ്പോൾ ഈ ഭാഗം മുകളിലത്തേക്കാക്കിയിട്ട് ഈ ഭാഗം മുകൾ ഭാഗത്തേക്കാക്കിയിട്ട് ഈ ബട്ടൻ്റെ സൈഡിലേക്ക് ആക്കിയിട്ട് ഈസി ആയിട്ട് ഇടാവുന്നതാണ്. അതോ ഈസിയാണ്, ഇത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ മറ്റേ സൈഡും കൂടി ഇട്ടാൽ നല്ല ലുക്കാണ്. അതാ ഇത്രയേ ഉള്ളൂ. ക്യാമറ വീഡിയോ എടുത്തരാൻ ആളില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഒറ്റക്ക് തന്നെ എടുത്തതാണ്. അപ്പോൾ ഒന്ന് ശ്രമിച്ചാളിയാ. ഓക്കെ, നമ്മളെ ഫോട്ടോ തന്നെ വാൾപേപ്പർ ആക്കിയിട്ട് നമ്മളൊക്കെ ഈസി ആയിട്ട് ഒരു കൈ കൊണ്ട് തന്നെ കെട്ടാനും പറ്റുന്നുണ്ട്. അതാ ഇത് ഹോളിലിട്ട് ഇത്രയേ ഉള്ളൂ. ഓക്കെ, സംഭവം അടിപൊളി. സെൻസറെല്ലാം നല്ല അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. ഓക്കെ, ഈ ലുക്കാണ് വാച്ച്. ഇത് കാണുന്നുണ്ടോ, നല്ല ലുക്ക് ഉണ്ട്, നല്ല കിടിലം വാച്ചാണ്. ഓക്കെ, അപ്പോൾ സംഭവം ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഗൈസ്, വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുന്നേ നമ്മളെ ഫ്രണ്ട് ഉണ്ട് വീഡിയോൻ്റെ അപ്പുറം, വീഡിയോയിൽ എടുക്കുമ്പോൾ ഓനുണ്ട് ഇവിടെ അടുത്ത്. അപ്പോൾ ഓനോട് ഇതിൻ്റെ അഭിപ്രായം ചോദിക്കാം. എങ്ങനെയുണ്ട് അസ്ലമേ വാച്ച്? എനിക്ക് ഇതിനെക്കാട്ടും മുന്നേയുള്ള മോഡലാണ് ഇഷ്ടം. ലാസ്റ്റ് ടൈം ഇട്ട ആ വീഡിയോയിലിട്ട മോഡലില്ലേ, അതാണ് എനിക്കിഷ്ടം. ഇതെനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. ഇതിപ്പോൾ പുതിയ മോഡലാണ്, സ്ക്വയർ ടൈപ്പ് ആണ്. അപ്പോൾ ഈ മോഡൽ യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെടും. ഇനി നെക്സ്റ്റ് മനസ്സിലായി, ഫ്യൂച്ചറിൽ ഇത് ഇഷ്ടപ്പെടും. കാരണം സ്ക്വയർ മോഡൽ അധികം വന്നിക്കില്ലല്ലോ, ആരുടെ കയ്യിലില്ലല്ലോ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടാണ്ട് വന്നത്. അപ്പോൾ നെക്സ്റ്റ് നല്ല മോഡലായിട്ട് ഇത് വരും മുന്നിൽ. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ട് എല്ലാം ഉള്ള അഭിപ്രായങ്ങൾ ഉള്ളതുപോലെ പറഞ്ഞിട്ട് ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു.